സോഷ്യൽ മീഡിയയിൽ സജീവയായ നടിയാണ് നടി ഐശ്വര്യലക്ഷ്മി. മോഡലിങ്ങിലൂടെ സിനിമാ രംഗത്തെത്തി തെന്നിന്ത്യയിലാകെ തിളങ്ങി നിൽക്കുകയാണ് താരം ഇപ്പോൾ. 2017 പുറത്തിറങ്ങിയ നിവിൻ പോളി നായികയായ അൽതാഫ് സലീം സംവിധാനം ചെയ്ത ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയാണ് ഐശ്വര്യയുടെ ആദ്യ ചിത്രം. അടുത്തിടെ ഈ വർഷം ഇതുവരെ കടന്നുപോയ നല്ലതും ചീത്തയുമായ സാഹചര്യങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ ഐശ്വര്യലക്ഷ്മി തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കിട്ടിരുന്നു. അതിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നൊരു ചിത്രവും പൊട്ടിക്കരയുന്നൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ആ ഫോട്ടോയ്ക്ക് പിന്നിലെ സാഹചര്യം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയെത്തിയിരിക്കുകയാണ് നടി. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കഴിഞ്ഞ ന്യൂ ഇയറിൽ ആശുപത്രിയിൽ ചികിത്സ തേടി പോയതിന് പിന്നിലെ കാരണം ഐശ്വര്യ ലക്ഷ്മി പങ്കുവച്ചത്. 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പോകാൻ മടിയായിരുന്നു എന്ന് താരം പറയുന്നു. താൻ ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടെന്നുള്ള കാര്യം ഈ വർഷമാണ് താൻ മനസ്സിലാക്കിയതെന്നും ഐശ്വര്യ പറയുന്നു. കരയുന്ന ഒരു ഫോട്ടോ മാത്രമേ താൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ളൂ. പക്ഷേ കരയുന്ന സമയത്തെല്ലാം താൻ ഫോട്ടോ എടുത്തു വച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന്, എങ്ങനെ, എപ്പോൾ കരഞ്ഞുവെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു. അക്കാദമിക്കലി ഡോക്ടറാണ് ഐശ്വര്യലക്ഷ്മി. തൻ്റെ ആരോഗ്യാവസ്ഥകളെ പറ്റിയും ഐശ്വര്യലക്ഷ്മി പറയുന്നുണ്ട്. തനിക്ക് വല്ലാത്ത മൈഗ്രെയിൻ ഉണ്ട്. ഈ വർഷം ന്യൂ ഇയർ ദിവസം താൻ മൈഗ്രെയിൻ കൂടി ആശുപത്രിയിലായിരുന്നു എന്നും ഐശ്വര്യ പറയുന്നു. പക്ഷേ അന്നേ ദിവസം ആശുപത്രിയിൽ പോകുവാൻ തനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം 1-ാം തീയതി ആരെങ്കിലും ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ തലേ ദിവസം പാർട്ടി ചെയ്തത് കൂടിപ്പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. ഹൗസ് സർജൻസി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നത് താൻ കണ്ടിട്ടുള്ളെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു. പിന്നെ താൻ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് 1-ാം തീയതി താനും ആശുപത്രിയിൽ പോയാൽ അവിടുത്തെ ഡോക്ടേഴ്സും അങ്ങനെ വിചാരിക്കുമോ എന്ന ചിന്ത തനിക്കുണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ മൈഗ്രെയിൻ കാരണം ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. പണ്ട് മുതലേ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. 2023 അത് കൂടി വന്നു. മെഡിറ്റേഷൻ പഠിക്കാൻ പോയിട്ടും അവിടെ ഇരിക്കാൻ തനിക്ക് പറ്റുന്നില്ല. മൈഗ്രെയിൻ കൂടിയ ശേഷം എല്ലാ ദിവസവും ഇഞ്ചെക്ഷൻ എടുക്കുന്ന അവസ്ഥയിൽ വരെ താൻ എത്തിയെന്നും ഐശ്വര്യലക്ഷ്മി പറയുന്നു. അന്ന് എന്നോടൊപ്പം പഠിച്ച ഒരു കുട്ടി അവിടുത്തെ കാഷ്വാലിറ്റി ഡോക്ടറായിരുന്നു. അവളെടുത്ത ഫോട്ടോസാണ് ഇതെന്നും ഇപ്പോൾ ആണ് ഇത് പോസ്റ്റ് ചെയ്യാനുള്ള അവസരമെന്നും താൻ പറയുന്നു. സ്ട്രെസ്സും പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങളുമാണ് തൻ്റെ മൈഗ്രെയിന് കാരണമെന്ന് ഐശ്വര്യ വിശദീകരിക്കുന്നു.